ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കുറേ പരിഞ്ഞിൽ കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും പൊട്ടിക്കുക. അതിലേക്ക് നമ്മുടെ പരിഞ്ഞിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതിങ്ങനെ ഉടയാതെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചതച്ച വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ പരിഞ്ഞിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിഞ്ഞിൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഞങ്ങളിവിടെ പരിഞ്ഞിൽ ഫ്രൈ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.